ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ ആദ്യ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതൽ. ശ്രീ ശുക ഉവാച ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവത സ്ത്രീഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാവനത ശിരോധരോ ബാഢമിതി സ ബഹുമാനമുവാഹ തം ത്വജനാഭം ഘ്രിസരു. ഹരി ഓം. ഹരി ഓം. ശ്രീ ശുകൻ പറഞ്ഞു. ശ്രീ ശുക ഉവാച. ഈ തരത്തിൽ ബ്രഹ്മാവ് ഉപദേശിച്ചപ്പോൾ ഭക്തനായ പ്രിയവ്രതൻ ത്രിലോക ഗുരുവായ സാക്ഷാൽ ശ്രീനാരായണനെ തന്നെ ബ്രഹ്മമുഖത്താൽ അരുളി ചെയ്തതിനെ ദണ്ഡ നമസ്കാരം ചെയ്ത് വളരെ ബഹുമാനത്തോടുകൂടി സ്വീകരിച്ചു. ഞാൻ ഭഗവാനേക്കാൾ എത്രയോ തുച്ഛമായവനാണ് എന്ന വിനയം പ്രിയവ്രതന് ഉണ്ടായതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഭഗവാൻ പറഞ്ഞതിനെ അനുസരിച്ചു. എന്തുകൊണ്ടാണ്? ഭഗവാനോട് അതീവ ഭക്തി ഉണ്ടായതുകൊണ്ട് പ്രിയവ്രതൻ നേരത്തെ തീരുമാനിച്ചത്, അതായത് രാജ്യമൊന്നും വേണ്ട, നിത്യമുക്തനായി കഴിയാം എന്നുള്ള ആ തീരുമാനത്തെ ഒന്ന് മാറ്റി ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് നടക്കട്ടെ. കാരണം ഗൃഹസ്ഥ ബാക്കി എല്ലാ കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ഇവിടുത്തെ ജീവിതം ജീവിച്ചതിന് ശേഷം മതി ഈ ആത്മചിന്തനം നടത്തേണ്ടത് എന്ന ഭഗവാന്റെ ആ ഉപദേശത്തെ ശിരസാവഹിച്ചു. അത് ബലം പിടിച്ച് ഇത് തന്നെ വേണം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യൂ എന്ന് ഭഗവാനോട് പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞതിനെ അനുസരിച്ചു എന്ന് ചുരുക്കം. അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ മർക്കടമുഷ്ടി എന്ന് പറയുന്ന ആ ഒരു ഭാവം ഇല്ലാത്ത, അതായത് താൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആ ഒരു നിർബന്ധം ഒരു മഹാനുഭാവനായിട്ടുള്ള ഒരു മഹാത്മാവിന് ഉണ്ടാവുകയില്ല. കാരണം ഒരാൾ പറഞ്ഞു, അതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായപ്പോൾ ഇങ്ങനെ മതി എന്ന് നമ്മേക്കാൾ അറിവുള്ള ഒരാൾ പറഞ്ഞാൽ അതിനെ അനുസരിക്കുക, ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക എന്ന് നമ്മൾ പറയില്ലേ, അത് കടുംപിടുത്തം പാടില്ല എന്ന്. അങ്ങനെ ആ കർമ്മമാർഗം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടപ്പോൾ മോക്ഷം ആഗ്രഹിക്കുന്ന, മുക്തി ആഗ്രഹിക്കുന്ന പ്രിയവ്രതൻ അതിനെ സ്വല്പം നേരത്തേക്ക് തൻ്റെ ആ ആഗ്രഹത്തെ അവിടെ നിർത്തി ഭഗവാന്റെ ഇച്ഛ താൻ കർമ്മം ചെയ്യുകയും ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ആ സുഖഭോഗങ്ങൾക്ക് അനുഭവിക്കുകയും രാജ്യം ഭാരം എന്നുള്ള ആ കർമ്മം ചെയ്യുകയും ചെയ്തതിന് ശേഷം മതി നീ ഭഗവത് ചിന്തനം നടത്തുന്നത് എന്നുള്ള ഭഗവാന്റെ ആജ്ഞയെ അനുസരിച്ചു. ഭഗവാനഭിമനുന യഥാവത് ഉപകൽപ്പിതാപചിതി പ്രിയവ്രത നാരദയോര അവിഷമം അഭിസമീക്ഷമാണയോർ ആത്മസമവസ്ഥാനം അവാങ്മനസം ക്ഷയം അവ്യവഹൃതം പ്രവർത്തയൻ അഗമത്. അതിന് മുമ്പുള്ളത് നമ്മൾ പദം പിരിച്ച് പറഞ്ഞില്ലല്ലേ. ഇതി സമഭിഹിതോ മഹാഭാഗവതം. അവിടെ തൊട്ട് 20-ാമത്തേതേ ഒന്നുകൂടെ നോക്കണം. ഇതി സമഭിഹിത മഹാഭാഗവത ത്രിഭുവന ഗുരോ ഭഗവത ആത്മന ലഘുതയാ അവനത ശിരോധര സബഹുമാനം ബാഠം ഇതി ഉവാഹ. അങ്ങനെയാണ് ആ വാക്കുകൾ. ഇതി സമഭിഹിതോ മഹാഭാഗവതോ ഭഗവതഃ ത്രിഭുവന ഗുരോരനുശാസനമാത്മനോ ലഘുതയാ അവനത ശിരോധരോ ബാഠമിതി സ ബഹുമാനം ഉവാഹ. അതുപോലെ അടുത്തത് ഭഗവാനപി മനുന യഥാവത് ഉപകൽപ്പിതാപചിതി. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. മനുന യഥാവത് ഉപകൽപ്പിതാപചിതി അപി പ്രിയവ്രത നാരദയോ അവിഷമം അഭിസമീക്ഷമാണയോ അവാങ്മനസം അവ്യവഹൃതം പ്രവർത്തയൻ ആത്മസമവസ്ഥാനം ക്ഷയം അഗമത്. ഭഗവാനപി
മനുന യഥാവത ഉപകൽപ്പിതാപചിതി പ്രിയവ്രതനാരദയോർ അവിഷമം അഭിസമീക്ഷമാണയോർ ആത്മസമവസ്ഥാനം അവാങ്മനസം ക്ഷയം അവ്യവഹൃതം പ്രവർത്തയൻ അഗമത്. അത് പുത്രനായ പ്രിയവ്രതനെ രാജ്യപരിപാലനത്തിനൊക്കെ ഏർപ്പെടുത്തി മനു ബ്രഹ്മദേവനെ യഥാവിധി പൂജിച്ചു. അതുപോലെ മകനെ നിവൃത്തിമാർഗത്തിൽ പ്രവേശിപ്പാനായിട്ട് തനിക്ക് നിവൃത്തിമാർഗത്തിൽ പ്രവേശിക്കുവാനായിട്ട് പ്രവൃത്തിമാർഗം വിട്ടിട്ട് തനിക്കതിന് സാധിച്ചില്ലല്ലോ എന്നുള്ള ആ സന്തോഷമൊന്നുമില്ലാതെ പ്രിയവ്രതനും നിവൃത്തിമാർഗത്തിൽ പ്രവേശിക്കാനായിട്ടാണ് ഇരുന്നത്. പക്ഷെ അത് സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖമൊന്നും പിന്നെ പ്രിയവ്രതനുണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഭഗവാന്റെ ഒരു കൽപ്പനയാണല്ലോ അതെന്ന് ആ നാരദരും വെളിപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മാവിനെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവൻ മനസ്സിനും വാക്കിനും വിഷയമല്ലാത്തതും ഒന്നും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ മനസ്സിനും വിഷയമല്ലാത്തതും വ്യവഹാര മാർഗത്തെ അതിക്രമിച്ചിരിക്കുന്നതുമായ ആ ശ്രീനാരായണ തത്വത്തെ പറഞ്ഞുകൊണ്ട് സ്വവാസസ്ഥാനമായ ബ്രഹ്മാവ് അങ്ങോട്ട് പോയി സത്യലോകത്തോട്ട് തിരിച്ചുപോയി. മനുരപി പരേണൈവം പ്രതിസന്ധിത മനോരഥ സുരർഷിപരാനുമതേന ആത്മജമഖില ധരാമണ്ഡലസ്ഥിതി ഗുപ്തയ ആസ്ഥാപ്യ സ്വയമതി വിഷജലാശയാശയായ ഉപരരാമാം. അങ്ങനത്തെ ആശയിൽ നിന്ന് എന്നുള്ളതാണ്. അതാദ്യം തൊട്ട് പറയാം, എന്നാലേ ശരിയാവുള്ളൂ. മനുരപി പരേണ ഏവം അതൊന്നിച്ച് വായിച്ചാൽ മതി. ഏവം അപി സുരർഷിവര അനുമതേന അനുമതിയോടുകൂടി ആരുടെ ദേവർഷിയായ നാരദൻ്റെ ആത്മജം അഖില ധരാമണ്ഡലസ്ഥിതി ഗുപ്തയെ ഈ ഭൂമണ്ഡലത്തിൻ്റെയൊക്കെ ഗുപ്തമായ അതിനെ പരിപാലിക്കാനായിക്കൊണ്ട് ആസ്ഥാപ്യ നിശ്ചയിച്ചിട്ട് സ്വയം അതിവിഷമ വിഷജലാശയാശായ വളരെയധികം വിഷമങ്ങളായ ഈ വിഷയങ്ങൾ, അതായത് ഈ ഭോഗ വിഷയങ്ങളിൽ വിഷജലത്തിൻ്റെ സ്ഥാനത്തിലുള്ള ആശയിൽ നിന്ന് ഉപരമിച്ചു, ആശയം മതിയാക്കി എന്ന്. അതായത് പുത്രനെ രാജ്യപരിപാലനത്തിനൊക്കെ ആക്കിയിട്ട് ഈശ്വര സേവയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോകണമെന്ന ആ മനുവിൻ്റെ ആഗ്രഹത്തെ ഈ തരത്തിൽ ഭഗവാൻ ആയ ബ്രഹ്മദേവൻ സാധിപ്പിച്ചപ്പോൾ നാരദരുടെ ഒരു അനുമതിയോടുകൂടി നാരദരുടെ സമ്മതത്തോടുകൂടി ഈ ഭൂമണ്ഡലത്തെ ഈ അതായത് എല്ലാത്തിനും വേണ്ട വിധത്തിലുള്ള രീതിയിൽ പരിപാലിക്കാനായിട്ട് പുത്രനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്തത് നിശ്ചയിച്ചു. അത് പുത്രനായിട്ട് രാജ്യം കൊടുത്തു. എന്നിട്ട് വളരെയധികം വിഷമങ്ങളായ വിഷയവാസനകളുടെ ആവാസമാണ് ഈ ഗൃഹം എന്ന് പറയുന്നത്. പല പല തരത്തിലുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് എത്രയൊക്കെ അനുഭവിക്കാമോ അതൊക്കെ അനുഭവിക്കുന്ന ഒരു വിഷയങ്ങളെ അനുഭവിക്കുന്നതാണ് ഈ ഗൃഹം എന്ന്. ആ ഗൃഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഭോഗത്തിലുള്ള ആശയെ വേണ്ടെന്ന് വെച്ചു, മതിയാക്കി. ഇനി ഇത് മതി, അതിൽ നിന്ന് ഉപരമിച്ചു, വിട്ടുനിന്നു. ഇത്രയേ ഉള്ളൂ. ഇതി ഹാവാസ ജഗദീപതിരി ഈശ്വരേച്ഛയാ അധിനിവേശിത കർമാധികാരോഖില ജഗദ്ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവത ആദിപുരുഷസ്യ അംഘ്രിയുഗളാനവരതധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോവദാതോപി മാനവർദ്ധനോ മഹതാ മഹീതലം അനുശാസ.
വാക്കുകൾ ഇതി ഹ വാവ സ ജഗതീപതിർ ഈശ്വരേച്ഛയാ അധിനിവേശിത കർമാധികാരോഖില ജഗദ്ബന്ധ ധ്വംസന പരാനുഭാവസ്യ ഭഗവത പുരുഷസ്യ ആഘ്രിയുഗള അനവരത ധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോവദാതോപി മാനവർദ്ധനോ മഹത മഹീതലം അനുശാസ. വാക്കുകളൊക്കെ കിട്ടിയല്ലോ, എന്തൊരു പറയണം. ഇതിഹ വാവ അത് ഞാൻ പറഞ്ഞു. അത് ആ ഒരു സെൻറ്റൻസ് ഒന്ന് അതിനൊരു ഭംഗി വരുത്തത്തക്ക രീതിയിൽ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്രകാരം എന്നൊക്കെ പറയാം നമുക്കതിനെ. സ ജഗതീപതി ഈശ്വരേച്ഛയ ഈശ്വരൻ്റെ ഇഷ്ടമനുസരിച്ച് ഇച്ഛ കൊണ്ട് അധിനിവേശിത കർമാധികാരത്തിൽ പ്രവേശിക്കപ്പെട്ട അഖില ജഗത് ബന്ധധ്വംസന പരാനുഭാവസ്യ ഈ ജഗത്തിൻ്റെ ബന്ധത്തെ നശിപ്പിക്കുന്നതിന് പര്യാപ്തമായ മഹാത്മ്യത്തോടു കൂടിയ ഭഗവത ആദിപുരുഷനായ ഭഗവാന് അംഘ്രിയുഗള അനവരത ധ്യാനാനുഭാവേന ഭഗവാന്റെ രണ്ട് പാദങ്ങളെയും ഇടവിടാതെ ധ്യാനിച്ചതിൻ്റെ മഹിമ കൊണ്ട് പരിരന്ധിത കഷായ പരിരന്ധിത എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കപ്പെട്ട രാഗാദി ദോഷത്തോടു കൂടിയ മനസ്സോടുകൂടി അന്ധകരണത്തോടു കൂടിയവനും അവതാത നോക്കട്ടെ എവിടെയാണത്, കഷായാശയോ അവതാത ഉണ്ടോ, അവിടെ ആ പ്രശ്ലേഷം ഇട്ടിരിക്കുന്ന അവതാത അപി അത് പരിശുദ്ധനായിരുന്നു എങ്കിലും മഹാന്മാരുടെ മാനവർദ്ധന മാനത്തെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് അവരുടെ മഹിമയെ വർദ്ധിപ്പിക്കുന്നവനായിട്ട് മഹീതലം ഈ ഭൂമിയെ അനുശാസ പരിരക്ഷിച്ചു. രാജാവ് ചെയ്യേണ്ടത് എന്താണ്? പരിരക്ഷിക്കുക എന്നുള്ളത്. അതിന് വേറൊരർത്ഥം ഇനി പറയണ്ട, വേറെ ആയിട്ടൊന്നും പറയണ്ടല്ലോ. മനുരപീപരേണൈവം പ്രതിസന്ധിത മനോരഥ സുരർഷിവരാനുമതേന ആത്മജം അഖിലതരാമണ്ഡല സ്ഥിതിഗുപ്തയ ആസ്ഥാപ്യ സ്വയമതിവിഷയ വിഷജ അത് പറഞ്ഞു നമ്മളല്ലേ ഉപരരാമ. അതിൻ്റെ അടുത്തതാണ് വായിക്കേണ്ടത്. ഇതിഹ വാവാസ ജഗതീപതിരെ ഈശ്വരേച്ഛയാധിനിവേശിത കർമാധികാരോഖില ജഗദ്ബന്ധധ്വംസന പരാനുഭാവസ്യ ഭഗവതാദിപുരുഷസ്യാഘ്രിയുഗള അനവരത ധ്യാനാനുഭാവേന പരിരന്ധിത കഷായാശയോവദാതോപി മാനവർദ്ധനോ മഹത മഹീതലമനുശാസാം. 24 അധ ച ദുഹിതരം പ്രജാപതേർവിശ്വകർമ്മണ ഉപയേമേ ബർഹിഷ്മതിം നാമ തസ്യാമുഖ ഭാവ ആത്മജാൻ ആത്മസമാനശീലഗുണ കർമ്മ രൂപ വീര്യോദാരാൻ ദശഭാവയാം ബഭൂവ കന്യാം ച യവീയസീം ഊർജ്വസ്വതീം നാമ. അഥ ച ദുഹിതരം പ്രജാപതേർവിശ്വകർമ്മണ ഉപയേമേ ബർഹിഷ്മതിം നാമ തസ്യാമുഖ ഭാവ ആത്മജാൻ ആത്മസമാനശീല ഗുണകർമ്മ രൂപ വീര്യോദാരാൻ ദശഭാവയാം ബഭൂവ കന്യാം ച യവീയസീം ഊർജ്ജസ്വതീം നാമ. പിന്നെ എന്ത് ചെയ്തത്? വിശ്വകർമാവെന്ന ആ പ്രജാപതിയുണ്ട്. ആ പ്രജാപതി ബർഹിഷ്മതി എന്ന തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു. അവളിൽ തുല്യശീല ഗുണ കർമ്മരൂപ വീര്യ ഔദാരങ്ങൾ ചേർന്ന 10 പുത്രന്മാരെയും ഊർജ്ജസ്വതി എന്ന പുത്രിയെയും ജനിപ്പിച്ചു. വിശ്വകർമാവിൻ്റെ മകളായ ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു. ബർഹിഷ്മതിക്ക് 10 ആൺമക്കളും ഒരു പുത്രി ഊർജ്ജസ്വതി എന്ന പുത്രിയും ഉണ്ടായി. അഗ്നിധ്രേദ്മജിഹ്വ യജ്ഞബാഹോ മഹാവീര ഹിരണ്യരേതോ ഘൃതപൃഷ്ട സവനമേധാതിഥി വീതിഹോത്ര കവയ ഇതി സർവ ഏവ അഗ്നിനാമാനഃ. പേരുകൾ: അഗ്നിധ്രൻ, ഇദ്മജിഹ്വൻ, യജ്ഞബാഹോ, മഹാവീരൻ, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി. ഇങ്ങനെ പുത്രന്മാരുടെ പേര് 10. പിന്നെ അഗ്നിയോടുകൂടി ഇവർ ഈ പുത്രന്മാരെല്ലാം അഗ്നിയുടെ പേരോട് കൂടിയവരാണ്. അഗ്നിയുടെ പേരാണിതെല്ലാം. അഗ്നിധ്ര, ഇദ്മജിഹ്വ, യജ്ഞബാഹു, അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഈ പറഞ്ഞു പോന്നാൽ മതി. ഇനി അതൊക്കെ നമ്മൾ വളരെ വിസ്തരിക്കാനൊന്നും പോകണ്ട. 26 ഏതേഷാം കവിർ
കവിർ മഹാവീര സവന ഇതി ത്രയ ആസനൂർധ്വരേതഃ ഊർധ്വരേതസ സ്ത ആത്മവിദ്യായാം. അതൊന്നിച്ച് വായിക്കണേ. ആസന്നൂർധ്വരേതസസ്ത ആത്മവിദ്യായാം അർഭഭാവാദാരഭ്യ കൃതപരിചയ പരമഹംസ്യം ഏവ ആശ്രമം അഭജൻ. അതൊന്ന് പിരിച്ച് പറയണം. ചില വാക്കുകളൊക്കെ നമുക്ക് ഇച്ചിരി ഇതുണ്ട്. ഏതേഷാം കവി മഹാവീര സവന ഇതിത്രയ. സവനൻ എന്ന് ഈ 3 പേര് ഊർധ്വരേതസ ആസൻ. അവർ ജിതേന്ദ്രന്മാരായിട്ട് 3 പേർ വിവാഹം ചെയ്തില്ല, ഭവിച്ചു. അവരെന്ത് ചെയ്തു? ആത്മവിദ്യായാം അർഭഭാവാത് ആരഭ്യ ബാല്യം മുതൽക്ക് തന്നെ. അർഭകൻ എന്ന് പറഞ്ഞ കുട്ടി, കുഞ്ഞിലേ തൊട്ട് കൃതപരിചയ അഭ്യാസം, ഈ ബാല്യം മുതൽക്ക് തന്നെ ആത്മവിദ്യയിൽ രസിക്കുന്നവരായിട്ട് പരമഹംസന്മാരെ സംബന്ധിച്ചിരിക്കുന്ന ആശ്രമം, അതാണ് അഭജൻ. അതായത് അവർ പരമഹംസന്മാരുടെ ആശ്രമമായ സന്യാസവൃത്തിയെ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ അതേ വാക്കുകളൊക്കെ കിട്ടിയോ? അർഭഭാവാത് ഏതേഷാം കവിർ മഹാവീര സവന ഇതിത്രയ ആസൻ ഊർധ്വരേതസ എന്നാണ് അത്ത എന്നുള്ളതും കൂടെ എൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഊർധ്വരേതസസ്ത എന്നായി. ആത്മവിദ്യായാം അർഭഭാവാത് എന്നാണ്. അർഭഭാവാത് കണ്ടോ? ആത്മവിദ്യായാം കഴിഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ എഴുതുക. അർഭഭാവാത് ആരഭ്യ കൃതപരിചയ പാരമഹംസ്യമേവ ആശ്രമം അഭജൻ. കിട്ടിയോ എല്ലാ വാക്കുകളും? ഇത്രയേ ഉള്ളൂ. പിന്നെ 27 തസ്മിന്നുഹവ ഉപശമശീല പരമർഷയ സകല ജീവനികായാവാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമത് ചരണാരവിന്ദാവിരത സ്മരണാവിഗളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിത അന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മബോധേ പ്രത്യഗ ആത്മ്യം അവിശേഷേണ സമീയുഃ. ഉപശമശീല പരമർഷയ തസ്മിൻ ആദ്യമുണ്ട് കേട്ടോ. തസ്മിൻ ഹവ അതൊക്കെ വെറുതെ വാക്കള. ഉപശമശീല പരമർഷയ സകല ജീവനികായാവാസസ്യ ആവാസസ്ഥാനമായിരിക്കുന്ന, സകല ജീവനുകളിലെ ആവാസസ്ഥാനമായിരിക്കുന്ന ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ഭയപ്പെടുന്നവർക്ക് എന്താണ്? ശരണഭൂതസ്യ ശരണമായിരിക്കുന്നവനും ഭഗവത വാസുദേവസ്യ ശ്രീ വാസുദേവൻ്റെ ശ്രീമത് ചരണാരവിന്ദാവിരത സ്മരണാവിഗളിത പരമഭക്തിയോഗാനുഭാവേന ഒരു ഇടതടവില്ലാതെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന അഖണ്ഡമായ പരമഭക്തി യോഗത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് പരിഭാവിത അന്തർഹൃദയാധിഗതേ ഹൃദയാന്തർഭാഗത്തു നിന്ന് അന്തർഭാഗത്ത് ഉള്ളവനുമായ സർവേഷാം ഭൂതാനാം എല്ലാ ഭൂതങ്ങളുടെ ആത്മാവായിരിക്കുന്നവൻ ആയ ഭഗവതി പ്രത്യേകാത്മനി ഏവ പ്രത്യേകാത്മനി ഏവ ഭഗവാനായ പ്രത്യേകാത്മാവിൽ നിന്ന് ആത്മന താതാത്മ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭാവത്തെ സ്വീകരിച്ചു. നമ്മൾ പറയത്തില്ലേ, താതാത്മ്യം പ്രാപിച്ചു, അതിനോട് ചേർന്നു. എന്തിനെയാണോ വിചാരിച്ചുകൊണ്ടിരുന്നത് അതിനോട് ചേർന്നു. അതിനോട് താതാത്മ്യം പ്രാപിച്ചു, അത് തന്നെയാണ് ഞാനെന്ന് മനസ്സിലാക്കി. താതാത്മ്യം അത് ആത്മാവിൻ്റെ ആ തദ്ഭാവത്തെ, അതിൻ്റെ ഭാവത്തെ അവിശേഷേണ മറവ് കൂടാതെ സമീയു പ്രാപിച്ചു. ഒന്നുകൂടെ വായിക്കാം.
തസ്മിന്നൂഹ വാ ഉപശമശീല പരമർഷയ സകല ജീവ നികായാവാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമത് ചരണാരവിന്ദാവിരത സ്മരണാ വിഗളിത പരമഭക്തി യോഗാനുഭാവേന പരിഭാവിത അന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാമാത്മബോധേ പ്രത്യഗ ആത്മന്യേവാത്മന താദാത്മ്യം അവിശേഷേണ സമീയുഹു. ഇനി 28. അന്യസ്യാമപി ജായായാം ത്രയപുത്ര ആസന്നുത്തമ താമസോ രൈവത ഇതി മന്വന്തരാധിപതയാം. അന്യസ്യാം അപി ജായായാം വേറൊരു ഭാര്യയിലും പുത്ര 3 പുത്രന്മാർ ആസൻ ഉണ്ടായി. 29. ഏവം ഉപശമായനേഷു സ്വതനയേഷു അധ ജഗതീപതിർ ജഗതീം അർബുദാനി ഏകാദശ ജഗതീം അർബുദാനി ഏകാദശ പരിവത്സരാണാം അവ്യാഹദാഖില പുരുഷാകാര സാരസംഭൃത പുരുഷാകാര സാരസംഭൃത ദോർദണ്ഡയുഗളാപീഡിത മൗർവീ ഗുണ സ്തനിത വിരമിത ധർമ്മ പ്രതിപക്ഷോ ബർഹിഷ്മതിശ്ച അനുദിനമാണ്. ബർഹിഷ്മത്യാശ്ചാനുദിനം ഏധമാന പ്രമോദ പ്രസരണയൗഷിണ്യ വ്രീഡ പ്രമുഷിത ഹാസാവലോക രുചിരക്ഷ്വേള്യാദിഭി പരാഭൂയമാന വിവേക ഇവ അനവബുദ്ധ്യമാന ഇവ മഹാമന ബുഭുജേ. ഏവം പദം പിരിച്ച് ഏവം സ്വതനയേഷു ഈ 3 പേരുണ്ടെന്ന് പറഞ്ഞു. തനയേഷു ഉപശമായനേഷു സന്യാസാശ്രമത്തിലിരിക്കുമ്പോൾ ഉപശമായനേഷു അഥ ജഗതീപതി അവ്യാഹദാഖില പുരുഷാകാര സാരസംഭൃത ദോർദണ്ഡ യുഗളാപീഡിത മൗർവീ ഗുണ സ്തനിത വിരമിത ധർമ്മ പ്രതിപക്ഷ തടസ്സമില്ലാത്ത സകല പൗരുഷങ്ങളും കൂടിയ ആ ബലം കൊണ്ട് സമ്പൂർണമാങ്ങളായ കൈകളുടെ 2 കൈകളുടെയും രണ്ട് കൈകളാലും ആകർഷിക്കപ്പെട്ട ഞാണിൽ നിന്ന് ജനിക്കുന്ന ശബ്ദത്താൽ അതായത് ഞാൻ വലിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ധർമ്മവിരോധികളെ കൂടിയവനൊക്കെ ധർമ്മത്തിന് വിരോധികളായിട്ടുള്ളവരെ ഓടിക്കുന്ന ആ ഒരു ആ ഞാണലി കേട്ടാൽ ധർമ്മത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർ മാറിക്കളയും. ബർഹിഷ്മതിയുടെ അനുദിനം ദിവസം തോറും ഏധമാന പ്രമോദ പ്രസരണ യൗഷിന്യ വ്രീഡാ പ്രമുഷിത ഹാസാവലോക രുചിരക്ഷ്വേള്യാദിഭി അതായത് സ്ത്രീ സ്വഭാവസിദ്ധമായ എന്നാണത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബർഹിഷ്മതിയുടെ അനുദിനം ദിവസം യഥമാന പ്രമോദ പ്രസരണയ അതായത് സ്വഭാവം ഇതാണ് കാണിക്കുന്നത്. ശൃംഗാരം ലജ്ജ ഇവയാൽ സങ്കുചിതമായ മന്ദഹാസം കടാക്ഷം മനോഹരമായ പരിഹാസ സംഭാഷണം മുതലായവയാൽ പരാഭൂയമാന വിവേക തിരസ്കരിക്കപ്പെട്ട വിവേകത്തോടു കൂടിയവനോ എന്നും അനവബുദ്ധ്യമാന ഇവ ആത്മാവിനെ അറിയാത്തവനോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ മഹാമനാഹ സന്തോഷിച്ച മനസ്സോടു കൂടിയവനായിട്ട് പരിവത്സരങ്ങളുടെ വർഷങ്ങളുടെ ഏകാദശ അർബുദാനി 11 അർബുദകാലം കഴിയുന്നത് വരെ ജഗതീം എന്ന് പറയുമ്പോൾ ഭൂമിയെ ബുഭുജെ
അനുഭവിച്ചു. ബുഭുജേ നമ്മൾ ഭക്ഷിക്കുന്നത് അനുഭവിച്ചു, നമ്മളത് ആ സുഖങ്ങളൊക്കെ അനുഭവിച്ചു. അത്രയേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ വായിച്ച് വിടുന്നേ ഉള്ളൂ. വായിക്കാൻ പഠിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇപ്പം ഇനി അടുത്തത് 41 ശ്ലോകങ്ങളുണ്ട് ഇതിനകത്ത്. 41 ഗദ്യമായതുകൊണ്ട് ശ്ലോകമെന്ന് പറയാനും പറ്റില്ല. യാവത് അവഭാസയതി സുരഗിരിമനുപരിക്രാമൻ ഭഗവാൻ ആദിത്യോ വസുധാതലം അർദ്ധേനൈവ പ്രതപത്യർത്ഥേ പ്രതപതി പ്രകർഷേണ ദുഃഖിപ്പിക്കുന്ന തപിപ്പിക്കുന്ന എന്നാണ്. പ്രതപതി അർദ്ധേന ആവച്ഛാദയതി തഥാ ഹി ഭഗവത് ഉപാസനോപചിതാദിപുരുഷ പ്രഭാവസ്തദാ അനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീം അപി ദീനം കരിഷ്യാമി ഇതി സപ്ത കൃത്വ സ്തരണീം അനുപരിക്രാമദ്വിതീയ ഇവ പതംഗഃ രജനീം അപി ദിനം കരിഷ്യാമീതി എന്ന് പതംഗഃ ഇത് എന്ന് വിചാരിച്ച് ദ്വിതീയ പതംഗ ഇവ ദ്വിതീയ പതംഗ അദ്വിതീയ എന്ന് ഞാൻ പറഞ്ഞു. നോക്കട്ടെ. സാവത് അനുപരിക്രാമ ദ്വിതീയ ആ വാക്കുകൾ ഒന്നുകൂടെ വായിക്കാം, അപ്പോൾ ശരിയായേ. സുരഗിരിം അനുപരിക്രാമൻ എന്ന് വെച്ചാൽ ക്രമത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന ആരാണ്? ആദിത്യ തേജോരൂപനായ സൂര്യൻ വസുധാതലം ഭൂമണ്ഡലത്തെ യാവത് അവഭാസയതി എപ്പോൾ പ്രകാശിപ്പിക്കുന്നു, അർത്ഥേന പ്രതിപതി അർത്ഥേന അവച്ഛാദയതി അർത്ഥേന ഏവ അർത്ഥാംശം കൊണ്ട് തന്നെ പ്രതപതി പ്രകർഷണം ചൂടാക്കുന്നു, തപിപ്പിക്കുന്നു. അർത്ഥേന അവച്ഛാദയതി അർത്ഥാംശം കൊണ്ട് മറയ്ക്കുന്നു. തഥാഹി അപ്പോൾ ഭഗവത് ഉപാസനോപചിതാദി പുരുഷപ്രഭാവ ആ ഭഗവാന്റെ ഉപാസന കൊണ്ട് വളരെയധികം കൂടിയിരിക്കുന്ന വർദ്ധിച്ചിരിക്കുന്ന പുരുഷ സാധാരണമല്ലാത്ത പ്രഭാവത്തോടു കൂടിയ പ്രിയവ്രതൻ അനഭിനന്ദൻ അതിനെ അഭിനന്ദിക്കത്തക്കവനായിട്ട് അനഭിനന്ദൻ സമജവേന തുല്യ വേഗത്തോട് കൂടിയ ജ്യോതിർമയേന രഥേന വളരെയധികം തേജസ്സുള്ളതായ ഒരു രഥത്തിൽ കൂടി രജനീം അപി രാത്രിയെയും അപി ദിനം കരിഷ്യാമി പകലാക്കി തീർക്കുവാൻ, അതായത് രാത്രിയും പകലും ഒരുപോലെ ആക്കി തീർക്കാൻ ഇതി എന്ന് വിചാരിച്ചിട്ട് ദ്വിതീയ പതംഗ രണ്ടാമതൊരു സൂര്യനെ പോലെ, അത് അദ്വിതീയ പതംഗ എന്നാണ് കേട്ടോ, അത് ദ്വീന്ന് തന്നെ വായിക്കണം. വേണ്ട അവിടെ സപ്തകൃത്വ 7 പ്രാവശ്യം തരണീം സൂര്യനെ അനുകരിച്ച് പരിക്രാമത് ചുറ്റി സഞ്ചരിച്ചു. പര്യക്രാമത് ചുറ്റി സഞ്ചരിച്ചു. പരിക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുക എന്ന്. അപ്പോൾ നമുക്കത് ഭഗവതി അർത്ഥേന ആച്ഛാദയതി തഥാ ഹി ഭഗവത് ഉപാസന ഉപചിതാദിപുരുഷ പ്രഭാവസ്തത അനഭിനന്ദൻ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ അനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന രജനീമപി ദിനം കരിഷ്യാമി ഇതി സപ്തകൃത്വ സ്തരണീം അനുപര്യക്രാമത് ദ്വിതീയ ഇവ പതംഗഃ. ദ്വിതീയ പരിക്രാമ കഴിഞ്ഞ് കോമ ഇടുക. അദ്വിതീയ അല്ല കേട്ടോ, ദ്വിതീയ എന്നേ ഉള്ളത്. രണ്ട് പ്രാവശ്യം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 31 ഏവാഹോ ഊഹ തത് രഥചരണ നേമി കൃത പരിഘാതാസ്തേ സപ്തസിന്ധവ ആസൻ യത ഏവ കൃത സപ്തഭുവോദ്വീപാഃ. ഏവാഹ തത് രഥചരണ നേമി കൃത പരിഘാതാസ്തേ സപ്തസിന്ധവ ആസൻ യത ഏവ കൃത സപ്തഭുവോദ്വീപാഃ. ആ രഥചരണനേമി, അതായത് ആ രഥചക്രത്തിൻ്റെ
ഉരുണ്ട ആ സ്ഥലം അങ്ങനെ വരുമ്പോൾ ഒന്ന് കുഴിയുമല്ല ഉണ്ടാക്കപ്പെട്ട കുഴികൾ യാതൊന്നോ തേ അവ സപ്തസിന്ധവ 7 സമുദ്രങ്ങളായിത്തീർന്നു, ആസനായിത്തീർന്നു. യഥഹ ഏവ അവയാൽ തന്നെ ഭൂമിയുടെ സപ്തദ്വീപ അത് 7 ദ്വീപ്. കാരണം 7 ഇത് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പൊങ്ങിയ സ്ഥലം ഉണ്ടല്ലോ, ഒരു കുഴി വരുമ്പോൾ അപ്പുറത്ത് പൊങ്ങിയ സ്ഥലം വരും. അങ്ങനെ 7 ദ്വീപുകളും 7 ഭൂമി 7 ദ്വീപുകളും 7 കുഴികളും, അതായത് 7 സമുദ്രങ്ങളും ഉണ്ടാക്കപ്പെട്ടുവെന്ന്. ജംബു പ്ലക്ഷാൽമലി കുശ ക്രൗഞ്ച ശാഖ പുഷ്കര സംജ്ഞാസ്തേഷാം പരിമാണം പൂർവസ്മാത് ഉത്തരോ യഥാ സംഖ്യം ദ്വിഗുണമാനേന ബഹി സമന്തത ഉപക്ലുപ്താഃ. ജംബു പ്ലക്ഷ ശാൽമലി കുശ ക്രൗഞ്ച ശാഖം പുഷ്കര എന്ന് ആ ദ്വീപുകളുടെ പേരായത്. ജംബു പ്ലക്ഷ ശാൽമലി കുശ ക്രൗഞ്ച ശാഖ പുഷ്കര സംജ്ഞാസ്തേഷാം പരിമാണം പൂർവസ്മാത് ഉത്തരോ യഥാസംഖ്യം ദ്വിഗുണമാനേന ബഹി സമന്തത ഉപക്ലുപ്ത. ഇങ്ങനെ ക്രമത്തിൽ ഉത്തരോത്തരം ഇരട്ടി വലിപ്പം ഓരോന്നിനുമുണ്ട്. ഒന്നിനേക്കാൾ മറ്റ് ചുറ്റളവിൽ ഒന്നിനേക്കാൾ കൂടുതൽ തോന്നുന്ന രീതിയിലാണ്. ക്ഷാരോദേക്ഷുരസോദ സുരോദ ഘൃതോദ ക്ഷീരോദ ദധിമണ്ഡോദ ശുദ്ധോദ സപ്തജലധയാ സപ്തദ്വീപപരിഖായിവാഭ്യന്തരദ്വീപ സമാന ഏകൈകസ്യേനായധാനപൂർവം സപ്തസു അപി ബഹിർദ്വീപേഷു പൃഥക് പരിത ഉപകൽപ്പിതാസ്തേഷു ജംബുവാദിഷു ബർഹിഷ്മദീപതിരാനുപ്രധാനാത്മജാനാഗ്നിധ്രേ ജിഹ്വ യജ്ഞബാഹോ ഹിരണ്യരേതോ ഘൃതപൃഷ്ഠമേധാതിഥി വിധിഹോത്ര സംജ്ഞാൻ യഥാ സംഖ്യേനൈകൈകസ്മിൻ ഏകം ഏവാധിപതിം വിദധേ. ഓരോരുത്തർക്കും കൊടുത്തതായിട്ടാണ് പറയുന്നത്. അധികാരം ഓരോരുത്തർക്കും മക്കൾക്കെല്ലാം 7 വീതം തിരിച്ചു കൊടുത്തത്. അതൊന്ന് വായിച്ചാൽ മതി. വായിക്കുന്ന രീതി ഞാൻ വായിച്ചു തരാം. ക്ഷാരോദം ഇക്ഷുരസോദം ഘൃതോദം ക്ഷീരോദം ദധിമണ്ഡോദം ശുദ്ധോദം 7 സമുദ്രങ്ങളുടെ പേര്. ക്ഷാരം ഇക്ഷുരസം സുരാ ഘൃതം ക്ഷീരം ദധിമണ്ഡം ശുദ്ധം എന്നീ രസമുള്ള ജലമാണ് ഓരോ സമുദ്രത്തിലുള്ളത്. അതുപോലെ സമുദ്രനാമധേയങ്ങൾ ഓരോ സമുദ്രത്തെയും ചുറ്റും ദ്വീപിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ആയിട്ട് കിടങ്ങുകൾ പോലെ ചുറ്റിക്കിടക്കുന്നു. ഒരു ദ്വീപം ഒരു സമുദ്രം, ഒരു ദ്വീപം പിന്നെ ഒരു സമുദ്രം, അങ്ങനെ ഓരോന്നിനും സംബന്ധപ്പെടാതെ സമുദ്രങ്ങളിൽ നിന്ന് പുറമെ ദ്വീപങ്ങളിൽ നിന്ന് പുറമെ സമുദ്രങ്ങളും, അങ്ങനെ ഏറ്റവും പുറമെ ശുദ്ധജല സമുദ്രവും എന്ന രീതിയിലാണ് അതിനെ കിടത്തിയിരിക്കുന്ന ഭൂഗോള വർണ്ണന. ഇത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ ജംബുവാദി ദ്വീപുകളിൽ നിന്നാണ് നമ്മൾ പറയുന്ന ദ്വീപങ്ങളിൽ ക്രമേണ പ്രിയവ്രതൻ തൻ്റെ ആജ്ഞയെ അനുസരിച്ച് നടക്കുന്ന ആഗ്നേധ്രൻ, ഇദ്മജിഹ്വൻ, യജ്ഞബാഹു, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ഠൻ, മേധാതിഥി അതൊരാളിൻ്റെ പേരാണ്, വീതിഹോത്രൻ എന്നു പേരുള്ള 7 പുത്രന്മാർ. 3 പേര് പോയല്ലോ. ആ ഓരോന്നിൽ പൂർണ്ണ അധികാരികളായിട്ട് അവർക്ക് ഓരോരുത്തർക്കും 7 പേർക്ക് വീതിച്ചു കൊടുത്തു. ബർഹിഷ്മതി ഇവിടുത്തെ ക്ഷാരോദ ഇക്ഷുരസോദ ഒന്നിച്ച് വായിച്ചാൽ മതി. ക്ഷാരോദ ഇക്ഷുരസോദ സുരോദ ഘൃതോദ ക്ഷീരോദ ദധിമണ്ഡോദ ശുദ്ധോദ സപ്തജലധയ സപ്തദ്വീപപരിഖ ഇവാഭ്യന്തരദ്വീപസമാന ഏകൈകസ്യേന യഥാനുപൂർവം സപ്തസു അപി ബഹിർദ്വീപേഷു പൃഥക് പരിത ഉപകൽപ്പിതാസ്തേഷു ജംബുവാദിഷു ബർഹിഷ്മദീപതിര ആത്മജാൻ ആഗ്നീദ്രേത ഇദ്മജിഹ്വ യജ്ഞബാഹോ ഹിരണ്യരേത ഘൃതപൃഷ്ഠ മേധാതിഥി വീതിഹോത്ര സംജ്ഞാൻ യഥാ സംഖ്യേനൈകൈകസ്മിൻ ഓരോരുത്തർക്ക് ഐകൈകസ്മിൻ ഏകം ഏവ അധിപതിം വിദധേ. 34 ദുഹിതരം ചോർജസ്വതീം നാമോശനസേ പ്രായച്ഛത് യസ്യാമാസീത് ദേവയാനി നാമ കാവ്യസുതാം. ഇനിയൊരു മകളുണ്ടല്ലോ, ഊർജ്ജസ്വതി എന്നു പേരായ തൻ്റെ പുത്രിയെ ശുക്രമഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഊർജ്ജസ്വതിയെ ശുക്രമഹർഷി ആരാണ്? അസുരന്മാരുടെ ഗുരുവാണ്. ദുഹിതരം ഊർജ്ജസ്വതി എന്നാണ്. ഒന്ന് ദുഹിതരം ഊർജ്ജസ്വതി എന്ന് വായിച്ചോ വേണമെങ്കിൽ അങ്ങനെ.
ഊർജ്വസ്വതീം നാമ ഉശനസേ പ്രായച്ഛദ് യസ്യാമാസീത് ദേവയാനി നാമ കാവ്യസുത. അതിൽ ശുക്രനൊരു പുത്രിയുണ്ടായി. ആളുടെ ഊർജ്ജസ്വതിക്കും മഹർഷിക്കും കൂടി ഒരു പുത്രിയുണ്ടായി. പുത്രിയാണ് ദേവയാനി. ദേവയാനി നാമ കാവ്യസുത. കാവ്യൻ എന്ന് പറഞ്ഞാൽ ഈ ശുഗമഹർഷിയുടെ വേറൊരു പേരാണ്. കാവ്യസുത, കവിയുടെ സുതയായിട്ട് ദേവയാനി എന്നു പേരായ ശുക്രപുത്രി ഉണ്ടായി. 35 നൈവം മിഥ പുരുഷകാര ഉരുക്രമസ്യ പുംസാം തദാഘ്രിരജസാജിത ഷഡ്ഗുണാനാം ചിത്രം വിദൂരവിഗത സകൃതാദീത എന്നാമധേയമധുന സജഹാതിബന്ധം. ഒന്നുകൂടെ. നൈവം മിഥ പുരുഷകാര ഉരുക്രമസ്യ പുംസാം തദാഘ്രിരജസാജിത ഷഡ്ഗുണാനാം ചിത്രം വിദൂരവിഗത സകൃതാദീത എന്നാമധേയമധുന സജഹാതിബന്ധം. ഉരുക്രമസ്യ ബഹുവിധ കളികളോടുകൂടിയ ഭഗവാന്റെ തദാഘ്രി രജസ, ഭഗവാന്റെ ധൂളി, അതായത് ഭഗവാന്റെ കാൽപ്പൊടി, കാൽ തട്ടിയ ആ പൊടി ലഭിച്ചാൽ ആ ഒരു ജിത ഷഡ്ഗുണാന എല്ലാ ജയിക്കപ്പെട്ട 6 ഗുണങ്ങളോടിയ ജയിക്കപ്പെട്ട 6 ഗുണങ്ങൾ, ആ 6 ഇന്ദ്രിയങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സിനെയും ജയിച്ച പുമാന്മാരുടെ ഏവം വിധ പുരുഷകാര, ഇപ്രകാരമുള്ള പൗരുഷം എന്ന ചിത്രം ആശ്ചര്യമല്ല. വിദൂര വിഗത, വളരെ ദൂരെ നിൽക്കുന്നവർ, എൻ നാമധേയം, യാതൊരുവൻ്റെ നാമത്തെയാണോ, സകൃത ആദതീത, ഒരിക്കൽ ഉച്ചരിക്കുന്ന, ആദതീത അതൊരു വാക്കാണ്, പുതിയത് നമ്മൾ ഉച്ചരിക്കുന്ന, ആര് ഒരിക്കൽ ഉച്ചരിക്കുന്നുവോ, സകൃത ആദീത, ആ നാമത്തെ ഒരു പ്രാവശ്യം ഉച്ചരിക്കുന്നു, അവൻ, വെറും അതെ, സഹ എന്ന് പറഞ്ഞാൽ അവൻ, സാ എന്ന് പറഞ്ഞാൽ അവൾ എന്നാകും. അധുന ഇപ്പോൾ, ബന്ധം ജഹാതി, ഈ ബന്ധത്തെ ഉപേക്ഷിക്കുന്നു. ഇങ്ങോട്ട് വായിക്കണം അത്. അതായത് ഇതാണല്ലോ സുഹൃത ആദതീത, അതൊന്ന് വായിച്ചു. സകൃത ആദതീത, ചിത്രം വിദൂര വിഗത സകൃത ആദതീത എന്നാക്കിക്കോണമേ. സകൃത ആദതീത ആ വാക്കൊന്നും, അത് മാത്രം ഒന്ന് എഴുതിയാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് വായിച്ച് പോരുന്ന വാക്കുകളാണ്. സ ഏവം അപരിമിത ബലപരാക്രമ ഏകധാതു ദേവർഷി ചരണാനുശയന അനുപതിത ഗുണവിസർഗ സംസർഗേണ അനിർവൃതം ഇവ ആത്മാനം മന്യമാന ആത്മനിർവേദ ഇത ആഹാം. ഇപ്രകാരം അപരിമിത ബലപരാക്രമ സ ഏകധാതു, അവൻ, കണ്ടോ, സഹ അവൻ, ഏകധാതു ഒരിക്കൽ, ദേവർഷി ചരണാനുശയനാനുപതിത ഗുണവിസർഗ സംസർഗേണ, ദേവർഷി എന്ന് പറയുമ്പോൾ നാരദരെന്ന് കൂടുതൽ ഓർത്തോളുക കേട്ടോ. പാദങ്ങളെ ശരണം പ്രാപിച്ച ശേഷം അതോട് ചേർന്ന് ഗുണവിസർഗത്തിൻ്റെ, രാജ ഐശ്വര്യത്തിൻ്റെ സംസർഗം കൊണ്ട് ആത്മാവിനെ അനിർവൃതം, ഇവിടെ അങ്ങനെ ഒരു വാക്കൊക്കെ ഉണ്ടെന്നാ, സർഗേണ അനിർവൃതം ആത്മാനം മന്യമാന ആത്മനിർവേദം ഇതം ആഹ ഇതിനെ ഇങ്ങനെ പറഞ്ഞു. ആത്മനിർവേദ, മനസ്സിൽ ഖേദത്തോടു കൂടിയവനുമായിട്ട് ഇതം ആഹ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ പറഞ്ഞു. സയേവം അപരിമിത ബലപരാക്രമ ഏകധാതു ദേവർഷി ശരണാനുശയനാനുപതിത ഗുണവിസർഗ സംസർഗേണ അനിർവൃതം ഇവ ആത്മാനം മന്യമാന ആത്മനിർവേദമിതമാഹ. 37 അഹോ അസാധ്വാനുഷ്ഠിതം യദഭിനിവേശിതോഹമിന്ദ്രിയൈര അവിദ്യാരചിത വിഷമ വിഷയാന്ധഗോപേ തദലമലം അമുഷ്യ വനിതായ തദലമലം അമുഷ്യ, അലമലം എന്ന് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ തദലമലം എന്നുള്ളത് അലം എന്നാക്കിയിട്ട് അമുഷ്യ എന്നാക്കണം. വനിതായ വിനോദമൃഗം മാം ധിഗ് ഇതി ഗർഹയാം ചകാര, ധിഗ് നിന്ദിക്കണം. അതായത് ആ വാക്കുകൾ ഇങ്ങനെയുള്ളൂ. അമംഗളം അഹോ അസാധു അനുഷ്ഠിതം, അമംഗളം ആചരിക്കപ്പെട്ടു.
അഹം ഇന്ദ്രിയൈ ഇന്ദ്രിയങ്ങളാൽ അവിദ്യാരചിത വിഷമ വിഷയാന്ധകൂപെ അവിദ്യ കൊണ്ട് അജ്ഞാനം കൊണ്ട് വിഷമങ്ങളായ ഈ വിഷയങ്ങളുടെ പൊട്ടക്കിണറ്റിൽ അഭിനിവേശിത പ്രവേശിക്കപ്പെട്ട തദലം അലം അത് മതി വേണ്ട അമുഷ്യ വനിതായ ഈ സ്ത്രീയുടെ വിനോദമൃഗം മാം കളിക്കുരങ്ങായിട്ട് എന്നെ ദിക്ക് നിന്ദിക്കണം. ഇത് ഗർഹയാം ചകാര എന്ന് ആത്മനിന്ദ ചെയ്തു. പ്രിയവ്രതൻ പറഞ്ഞതിനെ വ്യക്തമാക്കി പറയുന്ന ഇതാ, വിവേകി ആയിരുന്നിട്ട് കൂടി ഞാൻ ഈ സാധുമാർഗത്തെ ആലോചിക്കാതെ, അതായത് ഈശ്വര അന്വേഷണത്തെ ആലോചിക്കാതെ പ്രവർത്തിച്ചു പോയി. എൻ്റെ കർമ്മങ്ങളൊക്കെ ഇങ്ങനെയായി. ആദ്യം അദ്ദേഹം സന്യസിച്ച് പോകാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് നാരദർ വന്നു ബ്രഹ്മാവിനെ കൊണ്ട് പറയിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് സന്യസിച്ചാൽ മതിയെന്ന്. അങ്ങനെ പറ്റിപ്പോയതാണ്. എന്നിട്ട് അത് മക്കൾക്കൊക്കെ വീതിച്ചു കൊടുത്തു. അപ്പോഴാണിങ്ങിട്ട് ആലോചിക്കുക, സാധുമാർഗത്തെ ആലോചിക്കാതെ പ്രവർത്തിച്ചു പോയില്ല, സമയം വെറുതെ കളഞ്ഞല്ലോ. ഈ ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിട്ട് അജ്ഞാനം കൊണ്ട് മനോഹരങ്ങൾ തോന്നിക്കുന്ന നമ്മൾ ആസ്വദിച്ചിരുന്ന ആ വിഷയങ്ങളൊക്കെ അത് ഓർത്ത് പ്രവർത്തിച്ചത് കൊണ്ട് വെള്ളമില്ലാത്ത കിണറ്റിൽ പൊട്ടക്കിണറ്റിൽ വീണതിന് തുല്യമായി. ഈ ഞാൻ ചെയ്ത പ്രവൃത്തി മുഴുവനും നിഷ്ഫലമായല്ലോ. വെറുതെ ഞാൻ കുറേ നാൾ കർമ്മം ചെയ്ത് വെറുതെ ആയിപ്പോയല്ലോ. സ്ത്രീയുടെ കളിക്കുരങ്ങ് എന്ന പോലെ ആയുഷ്കാലത്തെ കഴിച്ച ഞാൻ ഏറ്റവും നിന്ദനായി തീർന്നെന്ന് സ്വയം നിന്ദിച്ചു. അത്രയേ ഉള്ളൂ. ഇനി പരദേവതാ പ്രസാദാധിഗത പ്രത്യവമർശനേനാനുപ്രവൃത്തിഭ്യ പുത്രേഭ്യ ഇമാം യഥാദായം വിഭജ്യ ഭുക്തഭോഗാം ച മഹിഷീം മൃതകമിവ സഹ മഹാവിഭൂതിം അപഹായ സ്വയം നിഹിത നിർവേദോ ഹൃദി ഗൃഹീത ഹരിവിഹാര അനുഭാവോ ഭഗവതോ നാരദസ്യ പദവീം പുനരേവ അനുസസാര. വാക്കുകൾ ഇങ്ങനെയാണ്. പരദേവതാ പ്രസാദാധിഗത പ്രത്യവമർശേനാനുപ്രവൃത്തിഭ്യ പരദേവതാ പ്രസാദാധിഗത പ്രത്യവമർശേന അനുപ്രവൃത്തേഭ്യ സ്വയം നിഹിത നിർവേദ ഹൃദി ഗൃഹീത ഹരി വിഹാര അനുപ്രവൃത്തേഭ്യ ഇടയ്ക്ക് വന്നിരിക്കുന്നത് പുത്രേഭ്യ ഇമാം യഥാദായം വിഭജ്യ ഭുക്തഭോഗാം മഹിഷീം ച മഹാവിഭൂതിം സഹ മൃതകം ഇവ കിട്ടിയ മൃതകം ഇവ സഹ അപഹായ മൃതകം ഇവ അപഹായ ഭഗവത നാരദസ്യ പദവീം പുന ഏവ അനുസസാര. നാരദസ്യ പദവീം പുനരേവ അനുസസാര ഗൃഹീത ഹരി വിഹാര അനുഭവോ ഭഗവതോ നിഹിത നിർവേദ. എല്ലാ വാക്കും കിട്ടിയില്ലേ? സഹ മഹാവിഭൂതിം അപഹായ സ്വയം നിഹിത നിർവേദോ ഹൃദി ഗൃഹീത ഹരി വിഹാര അനുഭാവോ ഭഗവതോ നാരദസ്യ പദവീം പുനരേവ അനുസസാര. എല്ലാ വാക്കും കിട്ടി. ഇനിയും തസ്യ വാ ഏതേ ശ്ലോക 39. പ്രിയവ്രതകൃതം കർമ്മ കോനു കുര്യാദ് വിനേശ്വരം യോ നിമ്നൈര അകരോച്ഛായാം ഘ്നൻ സപ്തവാരിധീൻ. പ്രിയവ്രതകൃതം കർമ്മ കോനു കുര്യാദ് വിനേശ്വരം യോ നിമ്നൈർ അകരോച്ഛായാം ഘ്നൻ സപ്തവാരിധീൻ. വാക്കുകളൊന്നും പറയുക. ഛായാം കണ്ടല്ലോ, ഘ്നൻ ഒറ്റ വാക്കായിട്ടാ. ഘ്നൻ അന്ധകാരത്തെ നീക്കുന്നവനായിട്ട്. നിമ്നൈ ആ ചക്ര കറങ്ങിയ കൊണ്ടുണ്ടായ കുഴികൾ കൊണ്ട് സപ്തവാരിധീൻ അതുകൊണ്ട് സമുദ്രങ്ങളെ നിർമ്മിച്ചുവോ. പ്രിയവ്രതകൃതം കർമ്മ പ്രിയവ്രതനാൽ ചെയ്യപ്പെട്ട ആ കർമ്മത്തെ ഈശ്വരനല്ലാതെ അനുകുര്യാതെ ആർക്ക് അനുകരിക്കാൻ പറ്റും? അത് ഈ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ചെയ്തതെന്ന്.
പ്രിയവ്രതകൃതം കർമ്മ കോനു കുര്യാത് വിനേശ്വരം. കോനു കുര്യാത് വിനേശ്വരം. വിന ഈശ്വരം. ഈശ്വരം വിന എന്നാ. വിന ഈശ്വരം എന്നാണ്. കുര്യാത് വിനേശ്വരം യോ നേമി നിമ്നൈർ അകരോച്ഛായാം. അകരോച്ഛായാം ഘ്നൻ സപ്തവാരിധീൻ. കുര്യാത് വിനേശ്വരം യോ നേമി നിമ്നൈരകരോച്ഛായാം. നേമി നിമ്നൈർ അകരോത് അത്രയേ ഉള്ളൂ. എല്ലാ വാക്കുകളും ആയില്ലേ. ഛായാം ഘ്നൻ അന്ധകാരത്തെ നിരസിക്കുന്ന. അകരോത് ഛായാം. അപ്പം എല്ലാം ശരിയായി. വാക്കുകളെല്ലാം കിട്ടിയില്ലേ. 40. ഭൂസംസ്ഥാനം കൃതം യേന സരിദ്ഗിരിവനാദിഭിः സീമാച ഭൂതനിർവൃത്यै ദ്വീപേ ദ്വീപേ വിഭാഗശഃ. ഭൂസംസ്ഥാനം കൃതം യേന സരിദ്ഗിരിവനാദിഭിः സീമാച ഭൂതനിർവൃത്यै ദ്വീപേ ദ്വീപേ വിഭാഗശഃ. യേന സരിദ്ഗിരിവനാദിഭിः വനങ്ങൾ എന്നീ ഭേദങ്ങളോടുകൂടിയ ദ്വീപേ ദ്വീപേ ദ്വീപ് തോറും ഭൂതനിർവൃത്തിയായി അതിൽ വസിക്കുന്ന ജീവികളുടെ സുഖത്തിനായിക്കൊണ്ട് സീമാച അതിർത്തി ഭൂസംസ്ഥാനം ച ഭൂമിയുടെ സ്ഥിതിയും വിഭാഗശ വെവ്വേറെ കൃതം ചെയ്യപ്പെട്ടു. ഭൗമം ദിവ്യം മാനുഷം ച മഹിത്വം കർമ്മയോഗജം യശ്ചക്രേ നിരയൗപമ്യം പുരുഷാനുജനപ്രിയ. പുരുഷാനുജനപ്രിയ യഃ ഭൗമം ദിവ്യം മാനുഷം യോഗജം പിന്നെ മഹിത്വം കർമ്മ മഹിമയേറിയ കർമ്മം തെയും നിരയൗപമ്യം നരകതുല്യമായി കണ്ടിട്ട് ചക്രേ ചെയ്തുവോ. യാതൊരുവൻ ഭഗവത് ഭക്തജന സംസർഗ നിമിത്തം സിദ്ധിച്ച വിവേകത്താൽ യോഗശക്തി നിമിത്തം ലഭിച്ച ഈ കർമ്മത്തെയും ഈ പാതാളത്തിലും സ്വർഗത്തിലും ഈ ഭൂമിയിലും അതായത് 3 ലോകങ്ങളിലും സർവഭോഗങ്ങളെയും നരകതുല്യമായിട്ട് വിചാരിച്ചുവോ ആ പ്രിയവ്രതൻ്റെ കർമ്മങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ അത് അനുകരിക്കാൻ ഉള്ള ശക്തി മനുഷ്യലോകത്തിലുള്ള ഒരുവനും ഉണ്ടാവുകയില്ല. കാരണം ശരിയല്ലേ, ഇതുപോലത്തെയുള്ള ഇത്രയും വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയിട്ട് തുച്ഛമായി തൃണവൽ ഗണിച്ച് പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ട് സന്യസിക്കാൻ പോകാൻ ഇപ്പോഴാരാ ഉള്ളത്? അനുകരിക്കാൻ പറ്റിയ കാര്യമാണോ പ്രിയവ്രതൻ ചെയ്തത്? വേറെ ആരാലും അനുകരിക്കാൻ പറ്റുകയില്ല. അത്ര തീവ്രമായ ഭക്തി ഉണ്ടായിരുന്ന പ്രിയവ്രതന് അത് സാധിച്ചു. അത്രയേ ഉള്ളൂ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ പ്രിയവ്രതസ്യ ഐശ്വര്യ വീര്യ നിരൂപണം നാമ പ്രഥമോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ.